മറ്റൊരു വാർത്ത പുറത്തു വരുന്നത് വിനോദ് തുടരുന്നുണ്ട്. US-ന്റെ സൈനിക വിമാനം പേർഷ്യൻ കടലിടുക്കിൽ വെച്ച് കാണാതായി എന്നുള്ള വിവരം കൂടി വരുന്നു. US-ന്റെ പറക്കും ഗ്യാസ് ടാങ്കറായ ബോയിങ് KC-135 വിമാനമാണ് കാണാതായത്. ഖത്തറിന് മുകളിൽ വെച്ചാണ് വിമാനത്തിൽ നിന്നുള്ള സിഗ്നലുകൾ നഷ്ടമായത്. കാണാതാകുന്നതിന് തൊട്ട് മുൻപ് അപായ സൂചനയായ 7700 ട്രാൻസ്പോണ്ടർ സിഗ്നൽ വിമാനത്തിൽ നിന്ന് പുറപ്പെടുവിച്ചിരുന്നതായും വിമാന നിരീക്ഷണ വെബ്സൈറ്റായ ഫ്ലൈറ്റ് റഡാർ പറയുന്നു. എഞ്ചിൻ തകരാർ, ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങിയ പൊതുവായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇത്തരം സിഗ്നലുകൾ വരുന്നത്. UAE-യിലെ അൽ ജഫ്ര വ്യോമത്താവളത്തിൽ നിന്ന് പുറപ്പെട്ടതാണ് വിമാനമെന്നാണ് മനസ്സിലാകുന്നത്. ലാൻഡിങ്ങിന് ഒരുങ്ങുന്നതിന് ഏതാനും മിനിറ്റ് സമയം വിമാനം വട്ടമിട്ട് പറന്നതായും പിന്നീട് ഫ്ലൈറ്റ് ട്രാക്കിങ്ങിൽ നിന്ന് വിമാനം അപ്രത്യക്ഷമായതായും മനസ്സിലാകുന്നുണ്ട്. വിനോദ് തുടരുന്നുണ്ട്. വിനോദ്, ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായതായി ഇറാനോ US-ഓ ഒന്നും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. സാങ്കേതിക തകരാറാകാനാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യത. പക്ഷേ ഇറാൻ്റെ സമീപ പ്രദേശത്ത് വെച്ചാണ് വിമാനം അപായ സൂചന നൽകിയതെന്ന വിവരങ്ങൾ കൂടിയുണ്ട്. അത് ആശങ്കാജനകമാണല്ലോ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. രഞ്ജിത്ത്, ഇന്നലെ രണ്ടാമത് തവണ UAE-ലേക്ക് ആക്രമണം ഉണ്ടായിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് വിമാനം കാണാതായത്. പക്ഷേ വിമാനം ഇപ്പോഴും ഉണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ആക്രമണത്തിൽ അത് തകർന്നോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. US സെൻട്രൽ കമാൻഡിൻ്റെയോ അല്ലെങ്കിൽ പെൻറ്റഗണിൻ്റെയോ ഒക്കെ തന്നെ അറിയിപ്പ്, ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ ഒരു അറിയിപ്പ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്നാൽ ആശങ്ക അതേപടി നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഈ വെടിനിർത്തൽ നീട്ടിക്കൊണ്ടുള്ള പ്രഖ്യാപനം, അല്ലെങ്കിൽ ഈ സൈനിക നടപടി ഇനി തുടർന്ന് മുന്നോട്ട് പോകില്ല എന്ന അമേരിക്കയുടെ അറിയിപ്പ് വരുന്നത്. അതേസമയം ഈ ബോയിങ് 135 വിമാനം, ഇന്ധനം നിറയ്ക്കുന്ന പടുകൂറ്റൻ വിമാനമാണ്. ഈ വിമാനത്തിന് എന്ത് സംഭവിച്ചു എന്ന സംശയം നിലനിൽക്കുന്നു, ആശങ്ക നിലനിൽക്കുന്നു. അമേരിക്കയെ സംബന്ധിച്ച് അവർക്ക് അതുമായി ബന്ധപ്പെട്ട് ഇതുവരെ വ്യക്തമായ ഒരു മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് അജ്ഞാതമായി തുടരുകയാണ്. ഇറാൻ്റെ ആക്രമണത്തിൽ വിമാനത്തിന് തകരാർ സംഭവിച്ചോ, തകർന്നു വീണോ എന്ന കാര്യത്തിലൊന്നും തന്നെ ഇതുവരെ വ്യക്തതയില്ല. 2 പ്രാവശ്യമാണ് UAE-യിലേക്ക് ഇറാൻ്റെ ആക്രമണം ഉണ്ടായത്. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ ആദ്യത്തെ ആക്രമണത്തിലാണ് ഫുജൈറയിൽ അഗ്നിബാധയുണ്ടായത്. അതിനുശേഷം ഇന്നലെ വീണ്ടും അവിടേക്ക് ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് തൊട്ട് പിന്നാലെയാണ് ഈ വിമാനം നഷ്ടമാകുന്നത്, അല്ലെങ്കിൽ റഡാറിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നത്. വിമാനം ഇപ്പോൾ തുടരുന്നുണ്ടോ, ഏതെങ്കിലും സ്ഥലത്ത് സുരക്ഷിതമായി ലാൻഡ് ചെയ്തിട്ടുണ്ടോ, മറ്റേതെങ്കിലും രാജ്യത്തുണ്ടോ, അല്ലെങ്കിൽ തകർന്നു വീണോ എന്നത് സംബന്ധിച്ചൊന്നും തന്നെ ഇതുവരെ ഔദ്യോഗികമായ ഒരു വിവരം പുറത്തു വന്നിട്ടില്ല. രഞ്ജിത്ത്, അതാണ് പ്രധാനം. ഏതായാലും വിമാനം തകർന്നു വീണത് സംബന്ധിച്ച് വിവരങ്ങളൊന്നുമില്ല, മറ്റ് അനിഷ്ട സംഭവങ്ങൾ സൂചിപ്പിച്ചിട്ടില്ല. പക്ഷേ അത് ആശങ്കാജനകമായ സാഹചര്യമാണ്. അതൊരു പക്ഷേ യുദ്ധത്തിൻ്റെ സാഹചര്യങ്ങൾ തന്നെ മാറ്റിയേക്കാം. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ പ്രധാന സൈനിക കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഖത്തറിലെ അൽ ഉദൈദ്. മേഖലയിലെ വ്യോമ പ്രവർത്തനങ്ങളിൽ നിർണായക പങ്ക് വഹിക്കുന്ന വിമാനമാണ് കാണാതായിരിക്കുന്നത്. സംഭവത്തിൽ അമേരിക്കൻ പ്രതിരോധ കേന്ദ്രങ്ങൾ അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന വിവരം കൂടി പുറത്തു വരുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.